മകൾക്കെതിരെയുള്ള ആരോപണം അതീവ ഗുരുതരം. അഴിമതി വീണ്ടും മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക്. ശരശയ്യയിൽ മുഖ്യമന്ത്രി. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം ഞെട്ടലുളവാക്കുന്ന നിയമവിരുദ്ധ സാമ്പത്തിക ഇടപാടിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഭാര്യയുമായ വീണ വിജയൻ കൊച്ചിൻ മിനറൽസ് ആൻഡ് റിട്ടേൺ ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിക്ക് യാതൊരു സേവനവും നൽകാതെ ധാരണയനുസരിച്ചുള്ള വേതന ഇനത്തിൽ 2019-2020 കാലഘട്ടത്തിൽ ഏകദേശം 2 കോടി കൈപ്പറ്റിയെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. CMRL-ഉം വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷനും തമ്മിലുള്ള കരാർ അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസം തോറും 5 ലക്ഷവും അവരുടെ കമ്പനിക്ക് 3 ലക്ഷം വീതമുള്ള പണം കൃത്യമായി എല്ലാ മാസവും നൽകിയെന്നും, എന്നാൽ CMRL-ന് നൽകാമെന്ന് സംബന്ധിച്ച IT മാർക്കറ്റിംഗ് കൺസൾട്ടൻസി സോഫ്റ്റ്വെയർ സേവനങ്ങൾ ഒന്നും തന്നെ വീണയോ വീണയുടെ കമ്പനിയോ നൽകിയിട്ടില്ലെന്നുമാണ് കമ്പനി MD ശശിധരൻ കർത്ത ആദായ നികുതി വകുപ്പിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നതെന്നാണ് വാർത്ത. പ്രമുഖ ദിനപത്രമായ മലയാള മനോരമയാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. 2017 മുതൽ 2020 വരെയുള്ള 3 വർഷത്തിൽ മൊത്തം 1.72 കോടി രൂപയാണ് വീണയുടെ കമ്പനിക്കും വീണയ്ക്കും ലഭിച്ചതെന്നും ഇത് ചട്ടങ്ങൾ ലംഘിച്ചുള്ള പണമിടപാടാണെന്നുമാണ് ആദായ നികുതി വകുപ്പിന്റെ നിലപാട്. മുൻപ് വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെ മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ നിയമസഭയിൽ നടത്തിയ അഴിമതി ആരോപണം ഇപ്പോഴും ശക്തമായി തന്നെ നിലനിൽക്കുകയാണ്. അതിനിടയിലാണ് പുതിയ വിവാദം. കമ്പനികളുമായി കരാർ ഉണ്ടാക്കുമ്പോൾ അതുപ്രകാരം ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് സാധാരണഗതിയിൽ പണം കൈമാറുന്ന പതിവില്ല. ഇനി ആ വ്യക്തിക്ക് മാസം തോറും പണം കൈമാറണമെങ്കിൽ തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള സേവനം ആ വ്യക്തി നൽകിയിട്ടുണ്ടായിരിക്കണം. എന്നാൽ ഇവിടെ അത്തരമൊരു സേവനം വ്യക്തിയോ കമ്പനിയോ നൽകിയിട്ടില്ല. പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്കും മകളുടെ കമ്പനിയിലേക്കും പണം മാസം തോറും പണം അയച്ചത്? ഭരണാധികാരികളിൽ നിന്നുള്ള മറ്റെന്തോ കാര്യസാധ്യത്തിനുള്ള പണമാണ് ഇതെന്ന ഗുരുതര ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ പണമിടപാട് പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ വർഷം തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത് എന്നതും വലിയ സംശയങ്ങൾക്ക് ഇടം നൽകുന്നു. മുൻപും മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജിക് സൊല്യൂഷനുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലും വൻ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. അന്ന് അത്തരം ആരോപണങ്ങളെ സമനില തെറ്റിയതുപോലെ കടുത്ത ക്ഷോഭത്തോടെയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ നേരിട്ടത്. 2013 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിലെ നികുതി അടവ് രേഖകളുടെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ ചെലവുകൾ പെരുപ്പിച്ചുകാട്ടി വൻതോതിൽ നികുതി വെട്ടിച്ചെന്ന ആരോപണത്തിൽ 2019 ജനുവരിയിൽ CMRL-ന്റെ ഓഫീസിലും ഫാക്ടറിയിലും MD-യുടെയും പ്രധാന ഉദ്യോഗസ്ഥരുടെയും വീടുകളിലും ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു. അന്ന് CMRL ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ KS സുരേഷ് കുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ചില പ്രമുഖ രാഷ്ട്രീയക്കാർക്കും പോലീസ് ഓഫീസർമാർക്കും പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ചില മാധ്യമ സ്ഥാപനങ്ങൾക്കും നിയമവിരുദ്ധമായി കോടിക്കണക്കിന് രൂപ ചട്ടവിരുദ്ധമായി നൽകിയതിന്റെ തെളിവുകൾ ആദായ നികുതി വകുപ്പിന് ലഭിച്ചത്. അന്ന് ലഭിച്ച രേഖകൾ പ്രകാരമാണ് 55 ലക്ഷം വീണ വിജയനും 1.17 കോടി രൂപ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിനും ലഭിച്ചുവെന്ന് ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നത്. പിന്നീട് ആ മൊഴി പിൻവലിക്കാനായി ശശിധരൻ കർത്തയും കമ്പനി ഉദ്യോഗസ്ഥരും സത്യവാങ്മൂലത്തിലൂടെ ശ്രമിച്ചെങ്കിലും എക്സാലോജിക്കിനും വീണയ്ക്കും പണം നൽകിയത് നിയമവിരുദ്ധമാണെന്ന വാദത്തിൽ ആദായ നികുതി വകുപ്പും ഉറച്ചു നിൽക്കുകയായിരുന്നു. വാർത്ത പുറം ലോകത്തേക്ക് എത്തിയതോടെ ആരോപണത്തെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നും വീണയുടെ കമ്പനിയുമായി ഒരു ബന്ധവും ഉണ്ടായിട്ടില്ലെന്നും പ്രമുഖ ചാനലിനോട് പറഞ്ഞുകൊണ്ട് CMRL MD ശശിധരൻ കർത്ത രംഗത്തു വന്നു. എന്നാൽ 2009 റെയ്ഡിൽ ലഭിച്ച ആധികാരികമായ തെളിവുകൾ ഇൻകം ടാക്സിന്റെ കൈവശമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അത് അവർ ED-ക്ക് കൈമാറിയെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ആദായ നികുതി വകുപ്പിലെ 245 AA വകുപ്പ് പ്രകാരമുള്ളതാണ് ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡ്. ആയതിനാൽ അവരുടെ തീരുമാനം അന്തിമമായിരിക്കും. അപ്പീലിന് വ്യവസ്ഥയുമില്ല. സ്വർണ്ണക്കടത്തിൽ നിന്ന് തുടങ്ങിയ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ആരോപണങ്ങളും തെളിവുകളും പുതിയ തലത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ പ്രതിസന്ധിയെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെ നേരിടുമെന്ന് അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരള സമൂഹം. സ്വർണ്ണക്കടത്തിൽ ബലിയാടാകേണ്ടി വന്നത് M ശിവശങ്കറും സ്വപ്നയുമൊക്കെ ആയിരുന്നെങ്കിൽ ഇത്തവണ ആര് ബലിയാടാകേണ്ടി വരും എന്നുള്ള ചർച്ചകളും ഇതിനകം തന്നെ സമൂഹത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു.